നമ്മുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരിൽ ഈ ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പൊ അവരെന്ത് ഉപയോഗിച്ചിട്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ക്യാൻസർ വരുവാണെങ്കിൽ സ്ത്രീകളെക്കാൾ ഗണ്യമായ രീതിയിൽ പുരുഷന്മാർക്ക് വരേണ്ട ക്യാൻസർ ഇന്ന് അവരെ കവർ ചെയ്ത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഈ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാണ്. ഇന്ന് രാജ്യം ഒട്ടുക്കെ നോക്കിയാലും ഇന്ത്യ ഒട്ടുക്കെ നോക്കിയാലും ഏറ്റവും കൂടുതൽ അർബുദ മരണം സംഭവിക്കുന്നത് പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്ത്രീകളിലാണെന്നുള്ളതാണ് ഇവിടുത്തെ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ തീരുമാനം വരികയും ഒരു പുതിയ കുത്തിവയ്പ്പ് യജ്ഞം കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പുതിയതായിട്ട് എന്ത് സംഭവിച്ചു, ഒരു വാക്സിനോട് ആരംഭിച്ച ഒരു വാർത്ത കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ആ ഒരു വാർത്ത നമ്മളെ എല്ലാം ഞെട്ടിച്ച വാർത്തയാണ്. എന്തിനാണ് ഗർഭാശയ ക്യാൻസറിനെതിരെ ഒരു കുത്തിവയ്പ്പ് യജ്ഞം കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് തുടങ്ങി വെച്ചത്? അവിടെ പറയാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഗർഭാശയ അർബുദം തടയാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഗർഭാശയ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയ ക്യാൻസറിനെ തടയുന്നതിന് വേണ്ടി. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ക്യാൻസർ ഉണ്ട്. അതിൽ ഏറ്റവും സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടുവരുന്നത് ഗർഭാശയ ക്യാൻസർ ആണെന്നുള്ളത് ഇവിടെ പത്ര റിപ്പോർട്ട്സിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുകയാണ് പെൺകുട്ടികൾക്കായി പ്രത്യേക വാക്സിൻ എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും 9 വയസ്സ് തികയുന്ന പ്രായമാകുമ്പോൾ തന്നെ എല്ലാ പെൺകുട്ടികളും നിർബന്ധിതമായി വാക്സിൻ എടുക്കണമെന്നാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ റിപ്പോർട്ട്സുകൾ പറയുന്നത്. അതിന് നിർമ്മല സീതാറാം, നമ്മുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം അതിനുവേണ്ടിയുള്ള പ്രത്യേക വാക്സിന് വേണ്ടിയുള്ള ഫണ്ടുകൾ കണ്ടെത്തി. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം 90,658 കോടി രൂപയാണ് ഈ വിഷയത്തിന് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ ചോദ്യം അവിടെയാണ്. ഇത്രയധികം പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക സ്ഥിതിയായിട്ട് വലിയ മെച്ചപ്പെട്ട രാജ്യമൊന്നുമല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്രയും കോടി രൂപ ഒരു അസുഖത്തിന് വേണ്ടി നീക്കി വെച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാർത്ത കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇതെന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനൊരു സാമ്പത്തികം കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുകയാണ് ഓരോ 8 മിനിറ്റിലും ഇന്ത്യയിൽ ഇന്ന് ഒരു സ്ത്രീയുടെ മരണം രേഖപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിക്കുക, ഓരോ 8 മിനിറ്റിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മീറ്റിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂറായി. അരമണിക്കൂറിനുള്ളിൽ എത്ര 8 മിനിറ്റ് കടന്നുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 3 8 മിനിറ്റ് കടന്നുപോയി കഴിഞ്ഞു. അപ്പൊ ഈ 3 8 മിനിറ്റ് കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ അരമണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ ഇന്ന് 3ഓളം സ്ത്രീകള് മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു ദിവസത്തെ ഒരു വാർത്ത നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ച വാർത്തയാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്താകെയുള്ള സ്ത്രീകളിൽ 25% പേരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ക്യാൻസറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ഡോക്ടർ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇത്രയധികം രോഗികളാകുന്ന, ഇത്രയധികം ആളുകൾ മരണപ്പെടുന്ന ഒരു രോഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ എന്താണ് ഇന്ന് രാത്രിയില് ഇവിടെ ഇരിക്കുന്ന ഈ 10-60ഓളം ആളുകൾക്ക് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അവയർനെസ് ക്ലാസിന്റെ ആവശ്യകത? നിങ്ങൾ ചിന്തിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 100% ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എവിടെയാണെന്നുള്ളത് വ്യക്തമായി പറയുകയാണ്. ലോകരാജ്യങ്ങളിൽ ഈ ക്യാൻസർ ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു രാജ്യത്തല്ല, നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ വാർത്താ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇനി മറ്റൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഞെട്ടിപ്പോവും. കഴിഞ്ഞ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മാതൃ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്ന് പറയുമ്പോൾ അതും ദുഃഖകരമായ വാർത്തയാണ്. ഇനിയും ഈ വാർത്തയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് മരിച്ചു വീഴുന്ന വീട്ടമ്മമാരുടെ എണ്ണങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം 7ഓളം സ്ത്രീകൾ മരിക്കുകയാണ്. നമ്മൾ 24 മണിക്കൂർ മാത്രം ഒന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ എത്ര 8 മിനിറ്റ് കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 160 8 മിനിറ്റ് കടന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് 160ഓളം മാതൃ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറി എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം എത്രായിരം കുടുംബങ്ങളിലെ എത്രായിരം വീട്ടമ്മമാര് മരണം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ രാജ്യത്ത് മരിക്കുന്ന വീട്ടമ്മമാരെല്ലാവരും ഒരു 40-50 വയസ്സിനകത്ത് മരിക്കുന്ന വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അല്ലാതെ 60, 70, 90 വയസ്സുള്ള വീട്ടമ്മമാര് മരിച്ചു എന്നുള്ളതല്ല കഴിഞ്ഞ വർഷം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് കേട്ടത്. എല്ലാവരും ഒരു 50 വയസ്സിനുള്ളിൽ മരണം സംഭവിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ഇനി മറ്റൊരു വാർത്തയോടെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ നമ്മുടെ കേരള ബജറ്റിൽ പറഞ്ഞ നിയമസഭയിൽ സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയുന്നത് കേരളത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുത്തനെ കുറയുന്നതിൽ ആശങ്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ 2014 സംബന്ധിച്ചിടത്തോളം 2024 ആയപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ പകുതിയോളം ആളുകളുടെ എണ്ണങ്ങളുടെ കുറവുകൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ 5,34,000 കുട്ടികൾ ജനിച്ച ഈ 2014 ഇന്ന് 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ പകുതിയായി കുറഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ വാർത്തയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല. നമ്മുടെ നാട് എസ്പെഷ്യലി കേരളത്തില് മരുന്നുകൾ ഇല്ലാതെ പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണങ്ങൾ കുത്തനെ കുറയുന്നു എന്നുള്ളത് ഇവിടെ ഒരു വലിയ വിഷയം, കൂടുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഇനി ഞാൻ പറയാണ്, എന്താണ് ഇതിനൊക്കെ കാരണക്കാരായിട്ട് നിൽക്കുന്നത്, എന്ത് വിഷയങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ഇന്ന് നമ്മുടെ എല്ലാം വീടുകളില് പെൺകുട്ടികളുണ്ട്, എനിക്കും ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ള ഒരു വിഷമത്തോടെ തന്നെയാണ് ഞാനിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനി ഒരു പ്രയാസം വരാതിരിക്കാൻ, കാരണം ഞാൻ ആ ഒരു വിഷമത്തോടെ പറയുകയാണ്. കാരണം നമ്മളെല്ലാം ഓമനിച്ചു വളർത്തുന്ന പെൺകുട്ടികളിലെല്ലാം ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് പറയുന്നത് PCOD എന്ന് പറയുന്ന ഒരു രോഗം ഇന്ന് നമ്മുടെ എല്ലാം വീടുകളിലെ കുഞ്ഞുങ്ങളിൽ കാര്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്നാണ് ഇതിന് പറയുന്ന നാമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ ഉള്ളില് കുരുക്കളും മുഴകളും നിറയുക, ഇതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ നേരിടുന്നത് നമ്മുടെ നാട്ടിലെ എത്ര ശതമാനം പെൺകുട്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 പെൺകുട്ടികളെ പരിശോധിച്ചാൽ അതിൽ 83% കുട്ടികളിലും ഈ പറയുന്ന പ്രശ്നം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇന്നത്തെ പഠന റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യം. അപ്പൊ PCOD ഒരു മാരക രോഗമാണോ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് PCOD ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PCOD ഉള്ള കുഞ്ഞുങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ പ്രശ്നം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന വിഷയമാണ്. എന്ന് പറഞ്ഞാൽ വന്ധ്യത നേരിടുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടില് ധാരാളമായി കാണാം. ഞാൻ പറയുന്നത് കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം അക്ഷര വിദ്യാഭ്യാസം കൊണ്ടും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായി മാറിയതിന്റെ റീസൺ ആണ് ഇന്ന് നമ്മള് റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മത്സരിച്ചാണ് ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങള് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്ക്, തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്താൽ, തൃശ്ശൂരേക്ക് യാത്ര ചെയ്താൽ, മലപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ, കാസർഗോഡിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കാണുന്ന വാർത്തകൾ എന്ന് പറയുന്നത് റോഡ് സൈഡിലൊക്കെ പണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തുണിക്കടയുടെയും ജുവലറിയുടെയും ഒക്കെ പരസ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്തകൾ മത്സരിച്ച് ഹോസ്പിറ്റലുകളുടെ എണ്ണങ്ങൾ പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്, നിരാശയെ അവസാനിപ്പിക്കാം എന്ന് പറയുന്നു, കുഞ്ഞെന്ന വലിയ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കാം. ഈ വാർത്തകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ആരംഭിച്ചിരിക്കുന്നത് കേരളത്തില് ഏത് മേഖലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് ക്യാൻസർ മേഖലയിലല്ല, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ളതല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തില് 60-ലധികം ഹോസ്പിറ്റലുകൾ ആരംഭിച്ചു എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാം? ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകള് എന്ന് പറഞ്ഞാൽ വന്ധ്യതയ്ക്ക് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണങ്ങള് നമ്മുടെ നാട്ടിൽ അത്രമാധികം വ്യാപകമായി എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. ഇങ്ങനെ ചികിത്സ കിട്ടി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും പല രോഗത്തിന് അടിമകളായി മാറുകയാണ്. എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുന്നത് 18 മില്യൺസ് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 18 മില്യൺസ് എന്ന് പറഞ്ഞാൽ എത്ര കോടി കുട്ടികളായെന്നറിയോ? 1,80,00,000 കുട്ടികള് കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളും ചിന്തിച്ചു നോക്കിയേ, ഈ വാർത്തകളെല്ലാം വല്ലവരുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അതിന് വിഷമവുമില്ല, പക്ഷെ നമ്മുടെ വീടുകളിൽ വരുമ്പോഴാണ് ഈ ദുഃഖത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയുന്നത്. ഓട്ടിസം ബാധിച്ച 1,80,00,000 വീടുകളിൽ നമ്മളൊന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ മരണം വരെയും ദുരിതം പിടിച്ച ഒരവസ്ഥയിലേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതുകൊണ്ടും കഴിഞ്ഞില്ല.
കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുന്നത് 30% സ്ത്രീകളുടെ ശരീരത്തില് യൂട്രസ് എന്ന് പറയുന്ന അവയവം ഇല്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. യൂട്രസ് അങ്ങനെ ഒരു പാതി വഴി വെച്ച് മുറിച്ചു മാറ്റേണ്ട ഒരു അവയവമാണോ ഒരു സ്ത്രീയുടെ എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം യൂട്രസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, ഒരു അവയവമാണ്. നമുക്കറിയാം, നമ്മുടെ കൈ പോയാലോ നമ്മുടെ കാല് മുറിച്ചു മാറ്റിയാലോ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എന്ത് വൈകാരികയാണോ അതിനേക്കാളും മാരകമാണ് യൂട്രസ് എന്ന് പറയുന്ന ഒരു അവയവം ഒരു സ്ത്രീയുടെ ശരീരത്തു നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു 40 വയസ്സാകുമ്പോൾ നമ്മുടെ നാട്ടിലെ 30% വീട്ടമ്മമാരുടെ യൂട്രസ് മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങളെ പറ്റി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പരിമിതി സമയം കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്കത് പറയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലാസ് എടുത്ത് അവസാനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന വിഷയങ്ങൾ, ഞാൻ പറയുന്ന 4 പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് കുഞ്ഞുങ്ങളിലെല്ലാം കണ്ടുവരുന്ന PCOD പോലുള്ള രോഗങ്ങൾ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന ഓട്ടിസം പോലുള്ള രോഗങ്ങൾ കണ്ടുവരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്ന് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഈ റീസൺലി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന രോഗങ്ങളല്ല. ഇതൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷം 15 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന രോഗങ്ങളുടെ കണക്കുകളാണ് ഈ പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു 20 വർഷം മുമ്പുള്ള ജീവിച്ചിരുന്ന ഒരു വീട്ടമ്മയിൽ കണ്ടുവരാത്ത ഒരു രോഗം, കുഞ്ഞുങ്ങളിൽ വരാത്ത ഒരു രോഗം എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ സകല സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു രോഗമായി മാറാനുള്ള കാരണം എന്താണ്? ഇതിനൊരു റീസൺ ഉണ്ട്. ശരിയാണ്, ഇത് നമ്മുടെ നാട്ടിൽ പണ്ടില്ലാത്ത ഒരു അസുഖമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഈ അസുഖം ഉണ്ടാകാൻ ഒരു റീസൺ ഉണ്ട്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ഇതിന് കാരണക്കാരൻ? കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇല്ലാത്തൊരു രോഗം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ സംഭവിച്ച കാരണങ്ങളാണ് ഇതിനൊരു റീസൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെ പറ്റി പഠിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്, ഗവൺമെന്റിന്റെ ആവശ്യമാണ്, ആരോഗ്യ വകുപ്പിന്റെ ആവശ്യമാണ്. അപ്പൊ ഈ വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ പല ഓർഗനൈസേഷനുകളും പല NGO സംഘടനകളും മുന്നിട്ടിറങ്ങി ഈ വിഷയത്തെ പറ്റി വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയും ഈ വിഷയത്തിന് കാരണക്കാർ എന്താണെന്നുള്ളത് വ്യക്തമായി കണ്ടെത്താൻ ഇവിടെ കഴിയുകയും ചെയ്തു. അങ്ങനെ നോക്കിയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓർഗനൈസേഷനായ NGO സംഘടനയാണ് ടോക്സിക് ലിങ്ക്. ടോക്സിക് ലിങ്ക് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് വ്യക്തമായിട്ട് ഈ വിഷയത്തെ പറ്റി പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളിൽ മാത്രം ഈ പറയുന്ന രോഗങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളതല്ല, വളരെയധികം കൂടുതലായി നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളിൽ കാണാനുള്ള റീസൺ എന്താണ് ഇതിന് കാരണക്കാര് എന്നുള്ള വിഷയത്തെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ പറ്റി പഠിച്ചപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട്സുമായിട്ട് 2022 നവംബർ മാസം 23 നമ്മൾ ബുധനാഴ്ച പത്രത്തിലെല്ലാം വായിച്ച ഒരു വാർത്തയിലൂടെ അവരൊരു വിവരം പുറത്തേക്ക് വിടുകയാണ്. എന്താണ് വിവരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്? ഈ പറയുന്ന വിഷയം ഒരു വലിയ വിഷയമായി മാറുകയാണ്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ത്രീകളും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെയാണ് ഈ പറയുന്ന രോഗം വരുന്നു എന്നുള്ളതാണ് ഇവര് 10 കാരണങ്ങൾ കണ്ടെത്തിയതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കണ്ടത്. അതിവിടെ പറയുകയാണ്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ? നിങ്ങൾ ചിന്തിക്കുകയുണ്ടാവും, ഇതാണോ ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ? എന്താണ് ഇതിന് കാരണം? ഇവിടെ വ്യക്തമായി പറയുകയാണ്. നിങ്ങൾ പത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് സാനിറ്ററി പാഡുകൾ അർബുദത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുകയാണ്. അപ്പൊ സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറയപ്പെടുന്ന രോഗം വരാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പൊ സാനിറ്ററി പാഡുകൾ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അപകടം ഉണ്ടാക്കുന്നത്? ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ പുകവലിച്ചിട്ടല്ല, മദ്യപിച്ചിട്ടല്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടല്ല ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് അടിമകളാകുന്നത്. അവരുപയോഗിക്കുന്ന ഒരു സാനിറ്ററി പാഡ് കാരണം അവരെ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളത് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ വാർത്ത ഒന്നുകൂടെ വിശദീകരിച്ച് നോക്കാൻ സാധിച്ചാൽ ഇവിടെ പറയുകയാണ്, ഇന്ത്യയിൽ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പാഡുകൾ ശരീരത്തിന് അപകടം ഉണ്ടാക്കും വിധം മാരക രാസവസ്തുക്കൾ ഉണ്ട് എന്ന് കണ്ടെത്തി. നിങ്ങൾ ഈ വാർത്തയുടെ പൊരുൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ശരീരത്തിന് അപകടം ഉണ്ടാക്കും വിധം മാരക രാസവസ്തുക്കൾ ഉണ്ട് എന്നാണ് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ മാരകമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാനിറ്ററി പാഡ് ഉപയോഗിച്ചാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് ഇവിടെ പറയുന്നത്? പാഡുകളിൽ അർബുദം,
പ്രമേഹം, ഹൃദയരോഗം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന രാസവസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡൽഹി ആസ്ഥാനമായ ടോക്സിലിങ്ക് എന്ന് പറയുന്ന NGO നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും ഇവിടെ ഒന്നുകൂടെ വാർത്ത ഇച്ചിരൂടെ വിശദീകരിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഉടനീളം ലഭ്യമായ 10 ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ മാത്രം എടുത്ത് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇവർ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട്സ് കണ്ടത്. എന്താണെന്നറിയോ? ഇന്ത്യയിലെ 10 ബ്രാൻഡുകളുടെ പാഡുകളിലാണ് പഠനം നടത്തിയത്. എല്ലാ സാമ്പിളുകളിലും, ഇവിടെയാണ് എന്റെ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ സാമ്പിളുകളിലും 10 ബ്രാൻഡുകൾ സെലക്ട് ചെയ്ത എല്ലാ സാമ്പിളുകളിലും എന്തുണ്ട്? ഫാലക്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന മാരകമായ കെമിക്കൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഇനി അത് മാത്രമാണോ? അസ്ഥിര ജൈവ വസ്തുക്കളുടെയും VOC പോലുള്ള മാരക കെമിക്കലിന്റെ അംശം കണ്ടെത്തി എന്നാ പറയുന്നത്. ഇനി നമുക്ക് ആ ബ്രാൻഡുകൾ ഒന്ന് പരിശോധിക്കാം. ഇവർ ഏതൊക്കെ ബ്രാൻഡുകളാണ് പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദ റിസർച്ച് ടെസ്റ്റ് 10 ബ്രാൻഡ്സ് ഇൻക്ലൂഡിംഗ്, ഞങ്ങൾ റിസർച്ചിന് എടുത്തിരിക്കുന്ന 10 ബ്രാൻഡുകൾ ഈ പറയുന്ന ബ്രാൻഡുകളാണ്. ഞാൻ ഒരു കമ്പനി മോശമാകാനോ ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് മോശമാകുന്നതിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഞാൻ ഒരു കമ്പനിയുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരു കമ്പനിയെ മോശമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന, ഞാനും നിങ്ങളും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ബ്രാൻഡ് തന്നെ ഇതിന് ആദ്യത്തെ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ബ്രാൻഡുകൾ അവർ പറയുന്നത് എന്താ? ദ റിസർച്ച് ടെസ്റ്റ് 10 ബ്രാൻഡ്സ് ഇൻക്ലൂഡിംഗ് വിസ്പർ ഉണ്ട്, സ്റ്റേ ഫ്രീ ഉണ്ട്, സോഫി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ നല്ലയിനം ബ്രാൻഡുകളും പരിശോധനയ്ക്ക് അയച്ചിട്ട് അവർ കണ്ട ഒരു റിപ്പോർട്ട്സ് അവർ പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ ഹാംഫുൾ കെമിക്കൽ എന്ന് പറഞ്ഞാൽ മാരകമായ കെമിക്കല് ഈ പറയുന്ന വസ്തുക്കളിൽ ഉണ്ട് എന്നുള്ളത് അവര് ടെസ്റ്റിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ, ഇവിടെ പറയുന്നു, ഇതിന്റെ സാന്നിധ്യം അന്തർസ്രാവി ഗ്രന്ഥി തകരാറുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു സാനിറ്ററി പാഡ് ഉപയോഗിച്ചാൽ ഒരു വീട്ടമ്മയ്ക്ക്, ഒരു പെൺകുട്ടിക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്തർസ്രാവി ഗ്രന്ഥി തകരാറുകൾ, അവരുടെ ഗ്രന്ഥികൾ തകരാറിലാകുന്നു. ഹൃദയത്തിനും പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കും ആഘാതം, പ്രമേഹം, അർബുദം, ജനന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വരെ കാരണക്കാരായി മാറും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ മാരകമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുള്ള സാനിറ്ററി പാഡ് ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ 100% രോഗികളാകും എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യക്തമായി പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയുന്നു, ജൈവ വസ്തുക്കളുടെ അംശം കൂടുന്നത് മസ്തിഷ്ക വൈകല്യങ്ങൾ, ആസ്മ, ശരീര വൈകല്യങ്ങൾ, അർബുദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീണ്ടും എടുത്തു പറയാണ്, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ നല്ല ഇനം ബ്രാൻഡുകളിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 10ഓളം കാരണങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ 10 തരത്തിൽ രോഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന മാരകമായ രാസവസ്തുക്കൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ബ്രാൻഡുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഞാൻ ഒരിക്കലും എന്റേതായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു വാക്കല്ല ഇത്. വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. പിറ്റേ ദിവസത്തെ നമ്മൾ വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ അവരവരുടെ ഫോട്ടോ സഹിതം ഞങ്ങൾ എടുത്തിരിക്കുന്ന ബ്രാൻഡുകൾ ഇന്നിന്ന ബ്രാൻഡുകളാണ് പരിശോധനയ്ക്ക് എടുത്തു എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കമ്പനിക്കും എതിരല്ല, പക്ഷെ അവർ പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ മാരകമായ രോഗം ഉണ്ടാകുമെന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാം. ഇത് മലയാള മനോരമയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പക്ഷെ ഈ വാർത്ത നിങ്ങളെ ഈ ഒരു ഗൂഗിൾ മീറ്റിലായതുകൊണ്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. എന്റെ സാരാംശം ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 2022 നവംബർ മാസം 23 ഉച്ച വാർത്തയിൽ അവർ പറയുന്ന ഇതാണ്: സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴി വെക്കുന്നതായി കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സാധനം ഉപയോഗിച്ചാൽ 100% നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ക്യാൻസർ ഉണ്ടാകുമെന്നാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇതിനുള്ള കാരണക്കാരെ കണ്ടെത്തി. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഒരു കുറ്റം ചെയ്തവനെ കണ്ടെത്തി എന്ന് പറയുന്ന പോലെ തന്നെ, കുറ്റം ചെയ്തവനെ കണ്ടെത്തി എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴി വെക്കുന്നതായി കണ്ടെത്തി എന്നുള്ള വാർത്ത അന്ന് രാജ്യം ഒട്ടുക്കെ പ്രചരിച്ചു. നമ്മൾ ചിന്തിക്കുക, ഇന്ന് മറ്റുള്ള വാർത്താ ചാനലുകളിലൊക്കെ നമ്മൾ ആ വാർത്ത ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദിനപത്രമായ ഇന്ത്യ ടുഡേയിൽ പറയുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫ്രണ്ട് പേജിലെ ഫോട്ടോ സഹിതമായി വന്ന വാർത്തയാണ്. ഈ വാർത്ത എന്താ പറയുന്നത്? സാനിറ്ററി പാഡ് കോസിംഗ് ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി ഇൻ വുമൺ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വരെ അടഞ്ഞു പോകാൻ കാരണക്കാരായി തീരും എന്നുള്ളതാണ് ഈ സാനിറ്ററി പാഡ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി പറയുകയാണ്.
ഇനി അടുത്ത കാര്യം പറയുന്നു, എവിടെയാണ് ഈ സാനിറ്ററി പാഡ് അപകടം നിറയുന്നത്? ഒരു സാനിറ്ററി പാഡ് ഒരു ശരീരത്തിന്, ഒരു സ്ത്രീയുടെ ശരീരത്തില് അപകടം വിതയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് 90% പാഡുകളും നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് നിർമ്മിത പാഡുകളാണ് നമ്മുടെ രാജ്യത്ത് 90% നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 90% നിർമ്മിച്ചിരിക്കുന്ന ഈ സാനിറ്ററി പാഡ് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാൻസർ വരുമെന്നുള്ളത് അമേരിക്കൻ ഫിസിഷ്യൻ അസോസിയേഷന്റെ റിപ്പോർട്ട്സ് ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിക്കുകയാണ്. അവർ പറയുകയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. വെൻ പ്ലാസ്റ്റിക് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഹീറ്റ് എന്നാ പറയുന്നത്. ഒരു പ്ലാസ്റ്റിക് സാനിറ്ററി പാഡ് നിങ്ങൾ കടയിൽ ഇരുന്നതുകൊണ്ടോ അത് വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെച്ചത് കൊണ്ടോ നിങ്ങളുടെ ബാഗിൽ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവില്ല. പക്ഷെ അത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗത്ത് ചൂട് തട്ടിയാൽ, ചൂടായി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറുകയാണ്? ഇത് നിങ്ങൾക്ക് തിരിച്ച് ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് പറഞ്ഞ നമുക്കറിയാം, ഇന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളില് ഈ പറയുന്ന പ്ലാസ്റ്റിക് സാധനം 1, 2, 3 മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ തന്നെ അത് തിരിച്ച് നിങ്ങൾക്ക് ദോഷകരമായി മാറുകയാണ്. കാരണം ഇവിടെ നമ്മൾ സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു കുപ്പി വെള്ളം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ വാഹനത്തിൽ വെച്ചിട്ട് എവിടെങ്കിലും നമ്മളൊന്ന് കയറി ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനായിട്ട് നമ്മൾ വണ്ടി വെയിലത്തിട്ടിട്ട് വണ്ടി നമ്മൾ കയറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വെയിൽ കൊള്ളുന്ന അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്താണ് ഈ വണ്ടി കിടക്കുന്നെങ്കിൽ നമ്മൾ ആരും, വിവരമുള്ളവരാരും ആ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം പിന്നീട് ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ചെറിയ ചൂട് തട്ടിയാൽ തന്നെ ഇത് ശരീരത്തിന് ദോഷകരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും അത് ഉപയോഗിക്കില്ല. കാരണം എന്താണ്? അത് ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാവും നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ആരും അത് ഉപയോഗിക്കാറില്ല. ഇത് തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തില് ഏറ്റവും ചൂടാകുന്ന സമയങ്ങളില് ഈ സാധനം ഒരുപാട് സമയങ്ങള് നമ്മുടെ ശരീരത്തിരിക്കുമ്പോൾ നമുക്കത് തിരിച്ച് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതുകൊണ്ടും കഴിഞ്ഞില്ല. എന്റെ ചോദ്യം ഇവിടെയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിന്റെ ക്ലാസ് എടുക്കാനായിട്ട് കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ഓടി നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ പല സ്ത്രീകളോടും ഞാൻ ചോദിക്കുന്നുണ്ട്, പല സ്ത്രീകളോടല്ല, എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാനിറ്ററി പാഡ് ഉപയോഗിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും പറയുന്നത്, പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 20 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയല്ലേ. എന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് തന്നെ ഇത് ഉപയോഗിക്കാൻ അറിയാത്തവരാണ്. പല ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്കിത് പാൻറ്റീസിൽ ഒട്ടിക്കാനോ വെക്കാനോ അറിയത്തില്ലെന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എത്ര സമയം ഉപയോഗിക്കാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഞങ്ങൾ ആരും സമയം നോക്കിയല്ല ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് സമയം നോക്കി ഉപയോഗിക്കാൻ മറ്റൊരു കാര്യമല്ലല്ലോ. ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡ് ഈ പാഡിൽ ഫില്ലാകുന്ന സമയം വരെ ഞങ്ങൾ ഉപയോഗിക്കും. ചിലപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ട്, ഇപ്പോൾ അമിതമായ ബ്ലഡ് പോകുന്ന ഒരാളാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ പാഡ് ഞങ്ങൾ മാറും. ചിലപ്പോൾ അത് 5 മണിക്കൂർ കൊണ്ട് മാറും. ചില ദിവസങ്ങളിലാണെങ്കിൽ 1, 2 തുള്ളിയെ ബ്ലഡ് പോകുന്നുള്ളെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ 12 മണിക്കൂറിനുള്ളിലായിരിക്കും ഒരെണ്ണം മാറുന്നത്. എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ പറയുന്നത്, ഞങ്ങൾ ഒരു ദിവസം മുഴുവനും ഒരു പാഡ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനാണോ നമ്മുടെ നാട്ടില് ഈ പാഡ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദ്യം ചോദിച്ചാൽ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡ് എത്ര സമയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ രോഗം ഉണ്ടാകുന്നു, എങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെറുതെ ഉണ്ടാകുന്ന രോഗമല്ല. നമ്മുടെ അറിവില്ലായ്മയാണ് രോഗത്തിലേക്ക് എത്തിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു അപകടം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. കാരണം ഇവിടെ എത്ര സമയം ഒരു സാനിറ്ററി പാഡ് ഉപയോഗിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായി പറയാണ്, നിങ്ങൾക്ക് നേരിയ പ്രവാഹം ഉണ്ടെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ 1 തുള്ളിയോ 2 തുള്ളിയോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുള്ളെങ്കിൽ പോലും അതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തു നിന്ന് അത് നീക്കം ചെയ്യണമെന്നുള്ളതാണ് വ്യക്തമായ റിപ്പോർട്ട്സ് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പൊ 3 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാനിറ്ററി പാഡ് നമ്മൾ എത്ര സമയം ഉപയോഗിക്കുകയാണ്? മണിക്കൂറുകൾ മുന്നോട്ട് ഉപയോഗിക്കുകയാണ്. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പൊ സ്കൂൾ വിട്ട് അല്ലെങ്കിൽ സ്കൂൾ തുറന്ന് കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ് റൂമുകളിലേക്ക് പോയിരിക്കുന്ന സമയമാണ്. ഇപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക്, 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് കേരളത്തിൽ ആർത്തവം ഉണ്ടെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന സമയം നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. 8 മണിക്ക് ബസ് വീടിന്റെ മുറ്റത്ത് വരികയാണെങ്കിൽ രാവിലെ 7 മണിക്ക് കുഞ്ഞിനെ റെഡിയാക്കി നമ്മൾ നിർത്തുകയാണ്. അപ്പൊ 7 മണിക്ക് പാൻറ്റീസ് ധരിച്ച് ഈ പാഡ് ധരിച്ച് ഒരു കുട്ടി റെഡിയായി നിൽക്കുകയാണ്. ഇതിന്റെ സമയം എന്ന് പറയുന്നത് എന്താണ്? 7 മണിക്ക് വെക്കുന്ന പാഡ് 8 മണി, 9 മണി, 10 മണിക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 11 മണിക്ക് അപ്പുറത്ത് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നുള്ളത് ഇവിടെ നിർബന്ധമായി പറയുമ്പോൾ
നമ്മുടെ വീട്ടിൽ 10 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ പോയാൽ ഈ കുട്ടി എത്ര സമയം ഈ പാഡ് ധരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഡ്രസ്സ് കൊടുത്തു വിട്ടു, നല്ല ബാഗ് കൊടുത്തു വിട്ടു, നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സുകൾ കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ നല്ല സ്കൂളുകളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വിട്ടു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ കാര്യമുണ്ട്. ഈ ഒരൊറ്റ കാരണത്താൽ ഈ കുഞ്ഞിന്റെ ജീവൻ അപകടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത പേജുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അറിയാൻ പറ്റും. ഒരു സാനിറ്ററി പാഡ് അധിക സമയം വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായി പറയുകയാണ്. കൂടുതൽ നേരം പാഡ് ധരിക്കുന്നത് ഇനി പറയുന്ന നിരവധി പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. ഇവിടെ എന്താണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്? ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗം. നിങ്ങൾ എല്ലാവരും അത് കുറിച്ചു വെച്ചോ. ഈ രോഗം ഏതാനും ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് ഒരു ഡോക്ടറെ സ്ഥിരീകരിക്കാൻ പോകുന്ന സമയം അധികം വിദൂരമല്ല. ഇത് പറയുകയാണ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗം 3 മണിക്കൂർ കൂടുതൽ അല്ലെ 4 മണിക്കൂർ കൂടുതൽ പാഡുകൾ കൂടുതൽ നേരം ധരിച്ചാൽ ചില ബാക്ടീരിയകള് ഈ പാഡിൽ ഉണ്ടാവുകയും ഈ ബാക്ടീരിയകൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇവിടെയാണ് വ്യക്തമായി പറയുന്നത്, ചില ബാക്ടീരിയകൾ മൂലമുണ്ടാക്കുന്ന അപൂർവവും എന്നാൽ ജീവൻ അപകടപ്പെടുത്തുന്നതുമായ, ഇവിടെ പറയുന്നുണ്ട്, ജീവൻ അപകടപ്പെടുത്തുന്നതുമായ ഒരവസ്ഥയാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടത്തിലേക്കാകുന്നു, മരണത്തിലേക്ക് എത്തുന്ന ഒരു കാരണമായിട്ട് ഈ പറയുന്ന ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗം കൂടുതൽ നേരം പാഡ് ധരിച്ചാൽ ഉണ്ടാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികള് ഈ പറയുന്ന 10 വയസ്സും 12 വയസ്സുള്ള കുട്ടിക്ക് ഈ പാഡ് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത, കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആർത്തവം കൂടി വന്നു കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. കാരണം എന്താണ്? ഇവര് അതുകൊണ്ട് ഒറ്റ കാരണം ഇവർ ചെയ്യുന്നുണ്ട്, വാഷ്റൂമിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഇവര് വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിക്കാത്തപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് PCOD പോലുള്ള രോഗങ്ങള്. അപ്പൊ കൃത്യമായി നമ്മുടെ യൂറിൻ പോകുന്നില്ല, കൃത്യമായി നമ്മൾ വാഷ്റൂമിൽ പോകുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇങ്ങനെ തുടങ്ങുന്ന രോഗമാണ് ഒരു കൊച്ചുകുട്ടിക്ക് ഈ പറയുന്ന PCOD പോലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എനിക്ക് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് ചുരുട്ടി വെക്കുകയാണ്. കാരണം എന്താണ്? ഇത് ഹരിതകർമ്മസേന എന്തായാലും എടുത്തോണ്ട് പോയില്ല. അവര് നമ്മുടെ വീട്ടിലെ എല്ലാ പ്ലാസ്റ്റിക്കും എടുത്തോണ്ട് പോകാൻ റെഡിയാണ്. പക്ഷെ ഹരിതകർമ്മസേന എടുക്കാത്ത ഒരേ ഒരു കാര്യം എന്താണെന്നറിയാം? നിങ്ങൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് ഇവര് എടുക്കുന്നില്ല. അങ്ങനെ ആ സാനിറ്ററി പാഡ് നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാൻ, കുഴിച്ചിട്ടാൽ ഇത് നശിച്ചു പോവില്ല. കാരണം പ്ലാസ്റ്റിക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും മിച്ചത്ത് തന്നെ കടക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാം? ആരും കാണാതെ നിങ്ങൾ കത്തിച്ചു കളയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കത്തിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ശരീരത്ത് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഇവിടെ പറയുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃഭൂമി ചാനലിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ തലച്ചോറിൽ വരെയാണ് പ്ലാസ്റ്റിക് ഘടകങ്ങൾ കാണുന്നത്. അപ്പൊ തലച്ചോറ് വരെ പ്ലാസ്റ്റിക് ഘടകങ്ങൾ എങ്ങനെ കാണുന്നു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെയാണ് ഒരാളുടെ ശരീരത്തില് ഈ പറയുന്ന പ്ലാസ്റ്റിക് ഘടകങ്ങൾ കയറുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. മനുഷ്യന്റെ തലച്ചോറിൽ പ്ലാസ്റ്റിക്കിന്റെ അതിസൂക്ഷ്മ ഘടകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. ശ്വസന വായുവിലൂടെയാണ് എത്തിയതെന്നുള്ള നിഗമനത്തിലാണ് ഗവേഷണം. അപ്പൊ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സംഗതി കയറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് വ്യക്തമായി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് കത്തിക്കാൻ കൊള്ളുന്ന ഒരു സാധനമല്ല. കാരണം പ്ലാസ്റ്റിക് അപകടമാണ്. നിങ്ങളുടെ വീടുകളിൽ ഒരിക്കൽ പോലും പ്ലാസ്റ്റിക് കത്തിക്കരുത്. അപ്പൊ കത്തിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു രീതിയിലും നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ പ്രകൃതിക്ക് ദോഷം, നിങ്ങളുടെ ശരീരത്തിന് ദോഷം, നമ്മുടെ സമൂഹത്തിന് മുഴുവൻ ദോഷമാകുന്ന പ്ലാസ്റ്റിക് നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങൾ കത്തിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. ഇനി ഇത് മാത്രമാണ് ഒരു സാനിറ്ററി പാഡ് വില്ലനായി മാറുന്നത്? അല്ല. ഇവിടെ വ്യക്തമായി പറയുന്നു, ഇനി യഥാർത്ഥ വില്ലന്മാരെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി പാഡ് നിങ്ങൾ കൈകൊണ്ടെടുത്തിട്ട് നിങ്ങൾ 2 സൈഡിലേക്ക് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത് 100% പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് നിങ്ങളൊന്ന് ചിന്തിച്ചു പോയിക്കേ. ഈ പ്ലാസ്റ്റിക് കട്ടിയുള്ള ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. കാരണം നിങ്ങളുടെ വീട്ടിൽ ബക്കറ്റ് ഉണ്ട്, നിങ്ങളുടെ വീട്ടില് കസേരകളുണ്ട്,
പ്ലാസ്റ്റിക്കിന്റെ ഫൈബർ കസേരകളൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ട്. അപ്പൊ ഇത്രയും കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് നിങ്ങളുടെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും മാർദ്ദവമുള്ളതായി, ഇത്രയും മൃദുലമായ രീതിയിൽ ഒരു പാഡ് എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും? പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് ഇങ്ങനെ ഉരുക്കി വെക്കാൻ സാധിക്കുന്നത്? അവിടെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് സോഫ്റ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസ്തുവിനെ പറയുകയാണ്. വില്ലനാകുന്നത് മറ്റാരുമല്ല, പ്ലാസ്റ്റിക് മാത്രമല്ല വില്ലനാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റായ ഫാലറ്റ്സും വോളറ്റൈൻ ഓർഗാനിക് കോമ്പൗണ്ടുമാണ് വില്ലനായി മാറുന്നത്. അപ്പൊ എന്തിനാണ് ഇത്രയും മോശമായ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായി പറയുകയാണ്. ഫാലറ്റ്സ് ഉപയോഗിച്ച് പാഡുകൾ നിർമ്മിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഡുകളിൽ ഫാലറ്റ്സ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം പറയാണ്. ഫാലറ്റ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സാനിറ്ററി പാഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രമേ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പാഡായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതെന്ത് ചെയ്യണം? തുണി പോലെ മൃദുലമായി മാറണം, മിനുസമുള്ളതായി മാറണം. ആ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? നാപ്കിനില് ഫാലറ്റ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിനെ സോഫ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുകയാണെന്നറിയോ? നാപ്കിനെ മൃദുലമാക്കുകയാണ്. അതിനെ പാളികൾ തമ്മിൽ ചേർന്നിരിക്കാൻ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ഫാലറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫാലറ്റ്സ് ഉപയോഗിച്ചാണ് നാപ്കിനെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തില് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ പാഡ് ഇത്രയും മൃദുലമായി മാറാനുള്ള ഒരു സംഗതി പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടന്റിനെ ഫാലറ്റ്സ് ഉപയോഗിച്ച് നേർപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. ഇതുകൊണ്ട് ശരീരത്തിന് വല്ല ദോഷമുണ്ടോ? അവിടെയാണ് അടുത്ത വിഷയം. ഫാലറ്റ്സ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ശരീരത്തെ എന്ത് ചെയ്യുന്നറിയാം? റിയാക്ട് ചെയ്തു തുടങ്ങും. ഇത് ശരീരത്ത് നമ്മുടെ മരുന്നുള്ളിലേക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന ഫാലറ്റ്സ് ശരീരത്തിലേക്ക് വലിച്ചെടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഈ പറയുന്ന കെമിക്കൽസിനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? നിങ്ങളുടെ ശരീരത്ത് ദോഷകരമായിട്ട് ഫാലറ്റ്സ് ഭവിക്കുകയാണ്. എങ്ങനെയാണ് ദോഷകരമായി മാറുന്നത്? ഫാലറ്റ്സ് കൊണ്ടുള്ള ദോഷം പറയുന്നത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. 10 വയസ്സുള്ള ഒരു കുട്ടി ഇത് വെക്കുമ്പോൾ ഇവിടെ പറയുക 10ാമത്തെ വയസ്സ് വെച്ചാൽ 12ാമത്തെ വയസ്സിൽ ഗർഭപാത്രത്തിന് ചുറ്റും ഈ പറയുന്ന പാളി ഉണ്ടാകും എന്നല്ല പറയുന്നത്. പക്ഷെ അതിന് തുടക്കക്കാരായി മാറുകയാണ്. അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ ഗർഭപാത്രത്തിന് ചുറ്റും നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഒരു വളർച്ച രൂപാന്തരപ്പെടുകയും എന്ത് സംഭവിക്കുകയാണെന്നറിയോ? കുറച്ച് കഴിയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്യാൻസർ എന്ന് പറയുന്ന പേരിലേക്ക് നമ്മൾ തള്ളപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതുകൊണ്ടുള്ള ദോഷം എന്താണ്? സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന ദോഷമല്ല, പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന കെമിക്കല് നമ്മുടെ ശരീരത്ത് ദോഷകരമായി മാറുകയാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണ് പറയുന്നത്? ഗർഭധാരണവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ, രക്താതി സമ്മർദ്ദം. ഒരു സ്ത്രീക്ക് ഇതൊക്കെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എവിടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ കടയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു പാഡ് വാങ്ങിച്ച് അമ്മ തരുന്നു, അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അമ്മമാർ അത് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ, ഇത് ഉപയോഗിച്ചാൽ ശരീരത്തിന് വല്ലോ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്? അല്ല. അപ്പൊ എന്തെല്ലാം ദോഷങ്ങളാണെന്നുള്ളത് അമ്മമാരായിട്ടുള്ള വ്യക്തികളോട് ഞാൻ വ്യക്തമായി പറയാണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ അടുക്കളയിൽ കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയം കളയരുത്. അതിനേക്കാൾ വലിയ കാര്യമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ ഒരു രോഗിയാകാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ അപകടം നിറഞ്ഞ ഒരു വസ്തുവാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ടും കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ഇന്ന് ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകൾ കമ്പനികൾക്ക് തന്നെ അറിയാം ഇത് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യസമയത്ത് ഇന്ന് നമ്മൾ ഈ 1 ഡേ പാക്കറ്റ് ഒക്കെ ഈ കമ്പനികൾ ഇറക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ 6 പീസുള്ള 1 ഡേ പാക്കറ്റുകൾ ഇന്ന് കമ്പനികൾ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ഇറക്കാറുണ്ട്. പക്ഷെ ഈ 6 പാക്കറ്റ് ഒരു ദിവസം മാറാനായിട്ട് കമ്പനി പറയുമ്പോൾ ഇതുപോലും നമ്മൾ അമ്മമാര് ലാഭിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു ദിവസം 6 എണ്ണം മാറേണ്ട അടുത്ത് 2 പാഡ് മാറിയിട്ട് നമ്മൾ എന്തോ ലാഭിച്ച വലിയ നേട്ടം നേടിയ രീതിയിലാണ് ഇന്ന് അമ്മമാര് നടക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അപകടമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകൾ. കൃത്യമായ സമയത്ത് ഇത് മാറിയില്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്ന മാരകമായ ബാക്ടീരിയസുകൾ ഫോം ചെയ്യുകയാണ് നിങ്ങളുടെ പാഡുകളിൽ ഇരുന്ന്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങള് സ്കൂളുകളിൽ ഇരിക്കുമ്പോൾ നനഞ്ഞു കുതിർന്ന പാഡുകളിൽ മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അവരെന്താ ഇത്രയും അസ്വസ്ഥരായി മാറുന്നത്, അവരെന്താ ഇത്രയും പ്രശ്നത്തിലേക്ക് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ഇതാണ്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഈ 4-5 ദിവസം പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അമ്മമാരായ നമ്മളത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം പറയുകയാണ്,
ഈ നാപ്കിന് ധാരാളം സുഗന്ധം അടിച്ച് ചേർത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഈ 2 മണിക്കൂർ കൊണ്ട് മാറേണ്ട ഒരു പാഡ് നമുക്ക് 4 മണിക്കൂറായാലും 8 മണിക്കൂറായാലും മാറാൻ കഴിയാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞു പറയും, അയ്യോ ഈ കുഞ്ഞിനെ ഭയങ്കരമായി നാറുന്നു. അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയും, മാറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ അനാവശ്യമായ ഒരു ദുർഗന്ധം, ഇത് മാറ്റിയില്ല എങ്കിൽ, പാഡ് 2-3 മണിക്കൂറുകൾ കഴിയുമ്പോൾ മാറ്റിയില്ല എങ്കിൽ ദുർഗന്ധം വമിക്കുകയാണ്. ഇങ്ങനെ ഈ ദുർഗന്ധം വരും. അതിനെ അടിച്ചമർത്താൻ വേണ്ടി എന്ത് ചെയ്യാണ് ഈ കമ്പനികൾ? മാരകമായ കെമിക്കലുകൾ ചേർത്ത് ഈ പാഡുകൾ നിർമ്മിക്കുകയാണ്. അപ്പൊ എന്തായി മാറും? എന്തെങ്കിലും ഒരു ദുർഗന്ധം വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാരകമായി അടിച്ചേൽപ്പിക്കുന്ന ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ പെർഫ്യൂമിന്റെ മണം വെളിയിലേക്ക് വരികയും ശരീരത്ത് അത് ദോഷകരമായി മാറുകയും ചെയ്യും. എങ്ങനെയാണ് ദോഷകരമായി മാറുന്നത്? ഒരു പാഡ് ധരിച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ മുഴുവൻ വീക്കായി പോകുന്നുള്ളതാണ് പഠനം പറയുന്നത്. ചിന്തിക്കാൻ ഞാനായിട്ട് പറയുന്നതല്ല. 2022 നവംബർ മാസം 23 ബുധനാഴ്ച ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത്. വ്യക്തമായ റിപ്പോർട്ട്സുകളാണ് പറയുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ അറിഞ്ഞ് ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലെ ത്വക്ക് വീക്കമാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയി പോകുക. ഇതാണ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. 2, വിളർച്ച എന്ന് പറയുന്ന രോഗം. നമുക്കൊന്നിനും ഒരു ഉഷാറുണ്ടാവത്തില്ല. ഒന്നിനും നമുക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ താടിക്കും കൈ കൊടുത്ത് എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ? വിളർച്ചാ രോഗം നമ്മുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞു. ഇനി അത് മാത്രമാണോ? കരൾ രോഗം. ഇന്ന് സ്ത്രീകളിൽ കരൾ രോഗം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നു, കരൾ, വൃക്ക എന്നിവ തകരാറിലേക്ക് എത്താൻ കാരണക്കാരായി മാറുകയാണ്. അപ്പൊ ഇത്രയും വിപത്തുകള് ശരീരത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർ പുകവലിക്കുന്നതിനേക്കാൾ, മദ്യപിക്കുന്നതിനേക്കാൾ മാരകമായ വിഷവസ്തുക്കളാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ഓരോ മാസങ്ങള് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഞാനിവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓടിച്ചിതിന്റെ കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. എന്താണ് ഗർഭാശയ ക്യാൻസർ എന്താണെന്നും അത് വരാനുള്ള ഒരു കാരണവും മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ആളുകളും ചോദിക്കും, സാർ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ഇനി ഒരു മറുമരുന്ന് കണ്ടെത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇതിനൊരു സൊല്യൂഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇന്ന് ഈ പറയുന്ന പ്ലാസ്റ്റിക് നിർമ്മിത പാഡുകൾ കിട്ടുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം മാത്രമാണ്. മറ്റേത് രാജ്യങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. നിങ്ങളുടെ ബന്ധുക്കളുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ പാഡുകൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടിലും ഇത് കിട്ടത്തില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രം ഈ പറയുന്ന ഇന്നും രോഗങ്ങളെ പരത്തുന്ന, രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഈ സംഗതികൾ ഇന്നും നമ്മുടെ നാട്ടില് എന്തുകൊണ്ടാണ് ഇത് വിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കും ഇന്ന് മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ നാളെ രോഗിയായി കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ട വിഷയമായിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കരുത്. കാരണം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു പകരക്കാരനാവുകയുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുക മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് ഈ വിഷയത്തെ നേരിടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളില് ആർത്തവ സമയത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പാഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അവരുപയോഗിക്കുന്ന സാനിറ്ററി പാഡാണ്. പക്ഷെ അവരുപയോഗിക്കുന്ന സാനിറ്ററി പാഡല്ല, യൂട്രസ് പ്രൊട്ടക്ഷൻ സാനിറ്ററി പാഡാണ്. എന്താ അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം? ഇത് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് യൂട്രസിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. യൂട്രസിലാണ് ക്യാൻസർ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വരുത്തുന്ന ഘടകങ്ങളെ തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ലോ കോസ്റ്റ് പാഡുകൾ അല്ല ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് നിർമ്മിത ഒരിക്കലും ഉപയോഗിക്കാൻ കൊള്ളാത്ത സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള രാജ്യത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ എന്താണ്? അവിടെ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരികയാണ്. ഈ സൊല്യൂഷൻ മറ്റുള്ള രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതും അത് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൊല്യൂഷൻ ആണോ എന്നുള്ള നിങ്ങളാ ചിന്തിക്കേണ്ടത്.
നിങ്ങളുടെ ബാഗിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പാഡാണോ ഇതെന്നുള്ളത് ഇനി ഞാൻ പറയും. ഇപ്പം ഇത് നിങ്ങൾ ഫോട്ടോ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു കാണും, ഇത് പറയാൻ വേണ്ടിയാണോ, ഈ ഉൽപ്പന്നത്തെ പറ്റി പറയാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കഥകൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഞാൻ ഇത്രയും കഥകൾ പറഞ്ഞത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ഇതൊരു സൊല്യൂഷൻ ആണോ എന്നുള്ളത് ഇനിയും നിങ്ങൾ കേൾക്കുക. കാരണം ഇവിടെ ഈ പാഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പറയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. ലോകത്ത് ആദ്യമായി ഞങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? ഒരു 10-in-1 ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു പാഡില് 10ഓളം ടെക്നോളജികൾ നിറച്ച് ഞങ്ങൾ ഈ പാഡ് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിന്റെ കാരണം, അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നു ടെക്നോളജിയിൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ, ലോകത്തുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയാം, പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിഫിനോൾസ് എന്ന് പറയുന്ന കണ്ടന്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പാഡ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിന് അവകാശപ്പെടാൻ ഇന്ന് കെയർ ആൻഡ് സേഫ് മാത്രമേ ഉള്ളൂ. കാരണം പോളിഫിനോൾസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതുവരെ നമ്മൾ കുടിക്കുന്ന മിശ്രിതത്തിൽ മാത്രം ഉണ്ടായിരുന്ന സംഗതിയാണ്. കാരണം ഇവിടെ നിങ്ങൾ ഇത് കാണുമ്പോൾ, ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഗ്രീൻ ടീ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഗ്രീൻ ടീ? ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. കാരണം നമ്മൾ എല്ലാവരും ഗ്രീൻ ടീ രാത്രിയിൽ കുടിക്കാറുണ്ട്. എന്താണ്? നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ റിമൂവ് ചെയ്തു പോകാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസിന് കഴിയുമെന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്രീൻ ടീ എന്ന് പറയുന്ന കണ്ടന്റ് ഉപയോഗിക്കുന്നത്. ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി പാഡില് പോളിഫിനോൾസ് എന്ന് പറയുന്ന കണ്ടന്റ് ധാരാളമായി കാണുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് വരുന്നത്? അതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. അതുണ്ടെങ്കിൽ എന്ത് വരില്ല? ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒരു കാരണവശാലും പാഡിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വെള്ളത്തിലൊന്ന് വീണു, നമ്മൾ നിലയില്ല വെള്ളത്തിലാ വീണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മരിച്ചു പോവുക. കാരണം എന്താണ്? നമ്മൾ ഈ ജലത്തിന് മുകളിൽ, ഈ വെള്ളത്തിന് മുകളിൽ ജീവിച്ചിരിക്കുന്ന പോലെ വെള്ളത്തിനടിയിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മരണപ്പെടുകയാണ്. എന്ന് പറയുന്ന പോലെ തന്നെ ഈ പാഡിൽ ഒരു കാരണവശാലും ബാക്ടീരിയക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? ബാക്ടീരിയക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ പോളിഫിനോൾസ് ഒരിക്കലും കൊടുക്കില്ല. അപ്പൊ എന്തിനാണ് ഒരു പാഡില് ഈ പറയുന്ന ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ആയ പോളിഫിനോൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? അനാവശ്യമായ ദുർഗന്ധം വമിക്കുന്ന ബാക്ടീരിയാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന VOC പോലുള്ള മാരക കെമിക്കലുകളെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കണ്ടന്റ് ഞാൻ പറയുന്നു പോളിഫിനോൾസ് എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു സൊല്യൂഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഗുണം ജിയോ റിംഗ് എന്ന് പറയും. ജിയോ റിംഗ് എന്ന് പറയുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? ജിയോ റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്ത് 2010 അമേരിക്കയിലാണ് ഇത് കണ്ടെത്തിയതും 2010 നോബൽ പ്രൈസ് കിട്ടിയ ഒരു ടെക്നോളജിയാണ് ഈ ജിയോ റിംഗ്, ഗ്രാഫേൻ ഓക്സൈഡ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമോൺ ഇംബാലൻസ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട 2 ഹോർമോൺസുകളുടെ അളവുകൾ ശരീരത്ത് കൂടുകയാണ്. അതിന്റെ പേരാണ് എൻഡോർഫിൻ, എൻകഫാലിൻ. അത് വരുമ്പോൾ എന്താ ഗുണമെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദന സംഹാരികളായ ഹോർമോൺസ് ആണ്. കാരണം വേദന കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കണ്ടന്റ് ആണ് എൻഡോർഫിൻ, എൻകഫാലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ശരീരമായി കണക്റ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേദന ആർത്തവ സമയത്ത് ചില കുഞ്ഞുങ്ങൾ പറയണം അടിവയറ്റ് വേദനയാണ്, അല്ലെങ്കിൽ തലവേദനയാണ്, വയറുവേദനയാണ്, പല വേദനകളാണ് ആർത്തവ സമയത്ത് നേരിടുന്നെങ്കിൽ ഇനി 90% വേദനയെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ പാഡ് ഉപയോഗിച്ചാൽ. ഈ പറയുന്ന കണ്ടന്റുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീര വേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഗുണം. ഇനി മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ആനിയോൺ ആണ്. ആനിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം ആളുകൾക്കെല്ലാം അറിയാം. കാരണം 7ാം ക്ലാസ് മുതൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് കെമിസ്ട്രിയിലെ ആനിയോൺ. ഇതൊരു നെഗറ്റീവ് ചാർജ്ഡ് അയൺ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള വൈറസ് 7 അയലത്ത് എത്തത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഗുണം എന്താണ്? ഈ പറയുന്ന ഗുണം ശരീരത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇൻഫെക്ഷനോ ബാക്ടീരിയ ഇൻഫെക്ഷനോ ഇതൊന്നും ഉണ്ടാകാതെ ശരീരത്തിലെ pH-നെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതെല്ലാം സയൻസ് ആണ്. ഓരോ വിഷയത്തെ പറ്റിയും മിനിമം 15 മിനിറ്റ് എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. ഇനി അടുത്ത ഗുണം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ്. ഇതിന് ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി കണക്റ്റഡ് ആകുമ്പോൾ എപ്പോഴും ശരീരത്തിൽ ബയോ എൻസൈം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുകയും നമ്മുടെ ശരീരത്തിൽ അണുബാധയില്ലാതെ
ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് മാഗ്നറ്റിക്. ഇനി അടുത്ത ഗുണം നാനോ സിൽവർ ടെക്നോളജി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീര ലെവല്, എനർജി ലെവല് എപ്പോഴും ബൂസ്റ്റ് ആയിരിക്കും. കാരണം ഞാൻ എപ്പോഴും എന്റെ വൈഫിനെ കാണാറുണ്ട്, ഈ ആർത്തവ സമയമാവുമ്പോൾ ബാക്കിയുള്ള ദിവസത്തിനേക്കാൾ ഇനാക്റ്റീവ് ആയിട്ട് അവർ പുറമോട്ട് വലിഞ്ഞിരിക്കുന്ന കാണാം. കാരണം എന്താ, അവരുടെ എനർജി ലെവൽ എപ്പോഴും കുറവായിരിക്കാം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ വോളിയം കൂടുമ്പോൾ നമ്മുടെ എനർജി നമ്മൾ അറിയാതെ തന്നെ, പല ആളുകളും പറയുന്ന, പല സ്ത്രീകളും പറയുന്നത് ഞങ്ങൾ അറിയുന്ന പോലുമില്ല ആർത്തവ ദിനങ്ങളാണെന്നുള്ളത്, അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ ആളുകളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഈ ടെക്നോളജിയുടെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് സ്ത്രീകൾക്ക് അതിനുള്ള സമയമോ സാഹചര്യങ്ങളോ ഇല്ല. പക്ഷെ ഇവിടെ ഉള്ള ഗുണം എന്താണെന്നറിയാം, ആ ഫാർ ഇൻഫ്രാറെഡിന്റെ യൂസേജ് ഈ പറയുന്ന പാഡ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കിട്ടും എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. ഇനി ഏറ്റവും വലിയ പ്രത്യേകത അലോവേര ഹെർബൽ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു AC-യിൽ ഇരിക്കുന്ന ഒരു ഫീല് വരുമെന്നാണ് സ്ത്രീകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ ശരീരത്തുണ്ടാകുന്ന കുരുക്കള്, ഈ പറയുന്ന ഇൻഫെക്ഷനുകള് അല്ലെങ്കിൽ റാഷസുകള്, ഇതൊന്നും ഇനി ഒരു സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ കാരണം. ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്. അലോവേര ഹെർബൽ കൂളിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു പ്രശ്നം. ഇന്ന് കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങള് പല സ്കൂളുകളിലും കോളേജുകളൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, അല്ലെ വളരെ ഭയങ്കര ചൊറിച്ചിലാണ്, പുകച്ചിലാണ്, ഇൻഫെക്ഷൻ ആണ്, റാഷസ് ആണ്, ഇങ്ങനൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഇനി പൂർണ്ണമായും മറന്നേക്കാനാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താണെന്നറിയാം, കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമ്പോൾ എത്രമാത്രം ആളുകൾ ഹാപ്പി ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ഉപയോഗിച്ചിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. കാരണം 100% ബ്രീത്തബിൾ കോട്ടൺ മെറ്റീരിയല് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാക്കി ഇത് മാറുകയും അതിനോടൊപ്പം തന്നെ അബ്സോർഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കണക്കില്ലാതെ ബ്ലഡ് പോയാൽ പോലും 250 ml വരെ ഇതിനെ വലിച്ചെടുത്ത് ഉണക്കി ശരീരത്തിൽ 12 മണിക്കൂർ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പാഡ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടെക്നോളജികളാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ലെയറുകളാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ 9ഓളം പ്രൊട്ടക്ഷനുകളാണ് ഈ പാഡിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രൊട്ടക്ഷനോട് കൂടിയ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, രോഗത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു സാനിറ്ററി പാഡ് മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ന് അവൈലബിൾ ആണെങ്കിൽ ആ ഉൽപ്പന്നം ഇന്ന് നമ്മുടെ രാജ്യത്തും വന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഇത് നമ്മൾ പറയുന്നത് മറ്റൊരു കാര്യമല്ല, ഒരു ഉൽപ്പന്നം നിങ്ങൾ മാറി നിങ്ങൾ ഉപയോഗിക്കാനല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ വിപത്ത് ഇതാണെങ്കിൽ നമുക്ക് അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊന്നും മാറാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പൊ ഞാനിത് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ മൾട്ടി കുത്തക കമ്പനികളുടെ ഇടയിലാണ് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജനങ്ങളെ ശരിയായ രീതിയിൽ അവയർനെസ് കൊടുത്താൽ കേരളത്തിലെ 7 ലക്ഷത്തോളം സ്ത്രീകള് ഇന്ന് ഈ ഉൽപ്പന്നം കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഉപയോഗിച്ചിട്ട് അവരിന്ന് എല്ലാ മാസവും കൃത്യമായി വാങ്ങിച്ച് ഉപയോഗിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു വാർത്ത എനിക്ക് നിങ്ങളോട് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇതിനെ പ്രൊമോട്ടറായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കമ്പനിയുടെ ഒരു ഭാരവാഹിയായിട്ടൊന്നുമല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഒരു ദിവസം ഞാനും ഇതേപോലെ ഒരു ക്ലാസ്സിൽ വന്നിരുന്ന സമയത്ത് ഞാൻ കേട്ട കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് നോക്കിയ സമയത്ത് എന്റെ ഭാര്യ ഉപയോഗിക്കുന്നു, എന്റെ മകൾ ഉപയോഗിക്കുന്നു, എന്റെ സിസ്റ്റർ ഉപയോഗിക്കുന്നു, എന്റെ ചേച്ചി ഉപയോഗിക്കുന്നു, അവരുടെ മക്കൾ ഉപയോഗിക്കുന്നു, എന്റെ വീട്ടിൽ തന്നെ 7ഓളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഇത്രയും അപകടം നിറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു മാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗം എങ്ങനെ വരാതിരിക്കാൻ നോക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വയസ്സാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി പാഡ് 20 വയസ്സാകുമ്പോൾ തന്നെ ഈ കുഞ്ഞും ഒരു മാറാ രോഗിയാകുന്നതാണോ, ഒരു രോഗിയായി മാറുന്നതാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ വിപത്തിനെ നമുക്ക് പാടെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിൽ 100% നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ഇന്ന് നമ്മുടെ നാട്ടില് ഒരു പാഡ് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്നറിയോ,
ഒരു 2 ഷീറ്റ് പ്ലാസ്റ്റിക്കും 4 ടിഷ്യൂ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു പഞ്ചിങ് മെഷീൻ കൂടെ ഉണ്ടെങ്കിൽ, ഒരു സാനിറ്ററി പാഡ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് സാനിറ്ററി പാഡ് നിർമ്മിക്കാം. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ ഫാരിക്സ് ധാരാളമായി കിട്ടും, നമ്മുടെ നാട്ടിൽ VOC ധാരാളമായിട്ട് കിട്ടും. ഈ സാധനങ്ങളൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഒരു പാഡ് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് ഈ പാഡ് നിർമ്മിക്കാൻ നമ്മുടെ രാജ്യത്ത് ഇന്ന് അതിനുള്ള സംവിധാനങ്ങളില്ല. കാരണം എന്താണെന്നറിയോ? ഇതിനെ ഈ രീതിയിലത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു വിപത്ത് വന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉപയോഗിക്കാൻ കൊള്ളാത്ത ഉൽപ്പന്നങ്ങള് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു വിപത്തിലേക്ക് പോകില്ല എന്നുള്ളത് എനിക്ക് 100% നിങ്ങളോട് പറയാൻ സാധിക്കും. എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു ക്ലാസ്സിലൂടെ, ഈ ഒരു ഗൂഗിൾ മീറ്റിലൂടെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇതിനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആരാണ് ഈ മീറ്റിംഗ് ലിങ്ക് തന്നിരിക്കുന്നത് അവരുമായിട്ട് ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി, ഞാൻ ഒരു കാര്യം പറയാണ്, ഒരു തവണ, ഞാൻ ഇത്രേ പറയത്തുള്ളൂ, ഒരു തവണ നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നെ വിളിച്ച് ഒരു താങ്ക് യു പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ദിവസം വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ആളുകൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട്, അത്രമാത്രം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ഇതായിട്ട് നമുക്കിത് കൊടുക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിളിച്ച ആളുകളുമായിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, കാരണം ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാണിച്ചു തരുവാനായിട്ട് നമുക്ക് ഈ ഒരു ഗൂഗിൾ മീറ്റ് തികയാതെ വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ എന്റെ മീറ്റിംഗ് കർത്തവ്യം ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ 10 മിനിറ്റത്തെ ഒരു വീഡിയോ സെക്ഷൻ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ചോദിച്ചു വാങ്ങുക. ചോദിച്ചു വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുക, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുക, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കാണിക്കുക, നിങ്ങളുടെ കുട്ടികളെ കാണിക്കുക. ഇത് കാണിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് എന്റെ ക്ലാസ് ശ്രവിച്ച നിങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത് കേട്ട ആളുകൾ തീർച്ചയായിട്ടും ഇന്ന് ലൈഫില് വലിയൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇതിന് മുടക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ വിളിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന ഒരു പ്ലാസ്റ്റിക് പാഡിന്റെ വില പോലും ഇതിന് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളെ വിളിച്ച ആളുകളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഈ ഗൂഗിൾ മീറ്റിൽ ഈ 1 മണിക്കൂർ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ പിന്മാറുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഇന്നൊരു പ്രയോജനമായി തീർന്നു എന്നുള്ളത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി ഞാൻ നേർന്നു കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് റോണി സാർ. ഈ ഒരു കഴിഞ്ഞ 1 മണിക്കൂർ സമയം ഇത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചറിവായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു ഗൂഗിൾ മീറ്റിൽ സംസാരിച്ചത് എന്ന് ചിലപ്പം ചില വ്യക്തികൾക്കൊക്കെ തോന്നിയേക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനാണ് നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെല്ലാം ജീവന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിന്റെ ഒപ്പം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ത്രീ ജീവിതത്തിൽ എല്ലാ മാസവും കറക്റ്റായിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാം. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഒരാൾ കൺമുമ്പിൽ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും അവൾക്ക് പീരീഡ്സ് ആയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അവരറിയാതെ പോകുന്ന ചില വലിയ വിഷയങ്ങളെ കുറിച്ചാണ് ഡോക്ടർ റോണി നമ്മളോട് സംസാരിച്ചത്. നമുക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മളെല്ലാവരും ഇന്ന് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പ്ലാസ്റ്റിക്. നമ്മുടെ നാട്ടിലെ 45% ആളുകളിലേക്കും ക്യാൻസർ എന്ന മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പോലും പുറത്തുവിട്ടിട്ടും നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മളെ ഒന്നും ബാധിക്കാത്ത ഒരു കാര്യമാണ് അതെന്നാണ് നമ്മളിൽ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വീടിന്റെ മുന്നിൽ വരുമ്പോഴത്തേനും അത് സ്റ്റോപ്പായി പോവും, എന്നിലേക്ക് അത് ബാധിക്കാത്ത വിഷയമാണെന്ന് ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്.
ഇന്ന് പ്ലാസ്റ്റിക് ഒരു വലിയ വിഷയമായിട്ട് സാറ് നമ്മളോട് സംസാരിച്ചു. ചൂട് തട്ടുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള അമിതമായിട്ടുള്ള വിഷവാതകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും 52 തരത്തിലുള്ള ക്യാൻസറുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാനൊരു കാരണമാവുകയും ചെയ്യുമെന്ന അമേരിക്കൻ ഫിസിഷ്യന്റെ കണ്ടുപിടുത്തമാണ് ഇത്രമാത്രം കമ്പൽസറി ആയിട്ട് നമ്മുടെ നാട്ടില് പ്ലാസ്റ്റിക് ബാൻ ചെയ്യാനുള്ള കാരണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ എല്ലാവരും തന്നെ ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾ വരേക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാനിറ്ററി പാഡ്, ഈ പറയുന്ന 2 പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ ഉള്ളിൽ 2-3 ടിഷ്യൂ പേപ്പർ മടക്കി വെച്ച് ഒരു മാസത്തിൽ 125 മണിക്കൂറോളം ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് അവർ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ വജൈനയിലൂടെ നേരെ യൂട്രസിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരു 2 വിഷവാതകങ്ങൾ, ഒന്ന് ഡയോക്സിനും കാർബൺ മോണോക്സൈഡും 52 തരത്തിലുള്ള ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ കാരണമാകുന്ന 2 വിഷവാതകങ്ങള്, 13ഓളം കെമിക്കലുകൾ, ഫാലൈറ്റ്സ് എന്നും VOC എന്നും ഓമന പേരിട്ട് വിളിക്കുന്ന 13ഓളം കെമിക്കലുകൾ, ഒപ്പം നനവുള്ളത് കൊണ്ട് സംഭവിക്കുന്ന കോടിക്കണക്കിന് രോഗാണുക്കൾ, ഇതെല്ലാം നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്ക് ഓരോ മാസവും 125 മണിക്കൂർ വീതം കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ ജീവന് വില പറയാതിരിക്കുക എന്ന് നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക. ഇതൊരിക്കലും ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. വേൾഡ് മലയാളി കൗൺസിൽ ഉൾപ്പെടെയുള്ള NGOs, അതിരൂപതകൾ ഉൾപ്പെടെയുള്ള സകല NGOസും ഏറ്റെടുത്ത് നമ്മുടെ സകല സ്ത്രീകളിലേക്കും, ഈവൻ തൊഴിലുറപ്പ് വരെ ചെയ്യുന്ന ഇടങ്ങളിൽ പോയും ഇതിന്റെ അവയർനെസ് കൊടുത്ത് നമ്മുടെ സ്ത്രീകളിലേക്ക് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റില് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് അവരെ പ്രാപ്യമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ ജീവനോടെ ഇരിക്കാനും ജീവനുള്ള കാലത്തോളം അവരുടെ യൂട്രസ് എന്ന് പറയുന്ന ഏറ്റവും അമൂല്യമായ ഒരു അവയവം, ഹൃദയത്തെക്കാൾ ഉപരി സ്നേഹിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ലാളിക്കപ്പെടേണ്ട ഒരു അവയവം, അവരുടെ ജീവനുള്ള കാലം വരേക്കും അവരോട് കൂടെ ചേർന്നിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് എത്തുന്നതിന്റെ കാരണം. ഇന്ന് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് വേൾഡ് മലയാളി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, 2014 കണക്കനുസരിച്ച് 40 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് മാലിന്യമായിട്ട് പുറന്തള്ളപ്പെടുന്നതെന്നാണ്. നമ്മളെല്ലാവരും ചിന്തിച്ചു നോക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത ആഹാര പദാർത്ഥങ്ങളിലൂടെ, നമുക്ക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന വിഷവാതകങ്ങളും മലിനമായ വസ്തുക്കളുമാണ് നമുക്ക് ഇത്തരത്തിൽ 45% എന്ന് പറയുമ്പോൾ കേരളത്തിലെ പകുതിയോളം, ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ആളുകളെ മാരകമായ ജീവന് വില പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയ എവിഡൻസുകളെല്ലാം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ തരം വില കുറഞ്ഞ സാനിറ്ററി പാഡുകളിലൂടെ, പ്ലാസ്റ്റിക് നിർമ്മിത നനവ് നിൽക്കുന്ന പാഡുകളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ ജീവന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രമരഹിതമായ ആർത്തവങ്ങളിലൂടെ, PCOD പോലെയുള്ള പ്രശ്നങ്ങളിലൂടെ, കുഞ്ഞുങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലൂടെ, ജനിക്കുന്ന കുഞ്ഞുങ്ങളിലൂടെയുള്ള പ്രശ്നങ്ങളിലൂടെ, ഏതാണ്ട് 30-40 വയസ്സിനോടടുക്കുമ്പം ജീവനോളം സംരക്ഷിക്കേണ്ട ഈ പറയുന്ന ഗർഭപാത്രം എന്ന അമൂല്യമായ അവയവത്തെ ശരീരത്തുനിന്ന് വേർപെടുത്തേണ്ട അവസ്ഥയിലേക്കും അതോടൊപ്പം ജീവൻ തന്നെ കൈവിടേണ്ട അവസ്ഥയിലേക്കും നമ്മുടെ സ്ത്രീകൾ മാറാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഡോക്ടർ റോണി നമ്മളോട് സംസാരിച്ചത്. നിങ്ങൾക്കെല്ലാം ഈ വിഷയം ഒരു അറിവ് മാത്രമല്ല, തിരിച്ചറിവായിട്ട് മാറട്ടെ. അതിനുള്ള എല്ലാ തരത്തിലുള്ള ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു സോ മച്ച്.